വീണ്ടും ഒരു കറിവേപ്പും കൂടെ വാങ്ങി വീട്ടിൽ വെക്കാനുള്ള പ്ലാനിലാട്ടോ. കാരണം ഇപ്പം എപ്പോഴും സേഫ് നമ്മൾ കറിവേപ്പ് രണ്ടുമൂന്നെണ്ണം പിടിപ്പിച്ച് വയ്ക്കുക. കാരണം ഇവിടുത്തെ വെതർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റേ കറിവേപ്പിന് കുഴപ്പമൊന്നുമില്ല സോഫാർ. പക്ഷേ ഇവിടുത്തെ വെതർ ഇപ്പം വളരെ കാറ്റും മഴയും എന്നാൽ ചില സമയത്ത് ഭയങ്കര വെയിലുമാണ്. അപ്പോൾ ഒരെണ്ണം നല്ലൊരു കറിവേപ്പ് അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടിയത് കൊണ്ട് നമ്മൾ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ടിരിക്കുകയാണ്. പിന്നെ ഈ കറിവേപ്പ് നമുക്ക് കറിവേപ്പ് ചെറുതായിട്ട് കിട്ടിയിട്ട് അതിനെ ഒരു 3-4 വർഷം പോറ്റി വളർത്തിയെടുക്കുന്നതിനകത്താണ് ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന കറിവേപ്പ് ഒരു 4-5 വർഷം ഓൾറെഡി പഴക്കമുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി പിടിപ്പിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ വാങ്ങിക്കുന്നത്. കാരണം 2-3 കറിവേപ്പുണ്ടെങ്കിലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മലയാളികൾക്ക് കറിവേപ്പില ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കറിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു കറിവേപ്പ് വാങ്ങിക്കാനായിട്ട് വന്നേക്കുവാണ് ഒരു വീട്ടിൽ നിന്ന്. അവർ മൂവിങ് ആയതുകൊണ്ട് വിൽക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വലിയതായതുകൊണ്ട് ഞങ്ങളിതേ ഇങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷൻ വീലിയൊക്കെ ആയിട്ടാട്ടോ വന്നത്. അപ്പം അവിടെ നിന്ന് ഇത് കയറ്റിക്കൊണ്ട് വന്ന് വെക്കണമല്ലോ. കാരണം നമ്മളത്രയും ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. ചുമന്നുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കത്തില്ല. ഇത് ഇവരുടെ വീട്ടിലുള്ള ഡോഗാട്ടോ. അതിൻ്റെ കഴുത്തയിൽ ഇത് കണ്ട് ഒരു കവർ ഇട്ടേക്കണം. അതിന് സർജറി കഴിഞ്ഞോട് നക്കാതിരിക്കാൻ ഇട്ടേക്കുന്നതാണ്. പാവം ഡോഗ് കേട്ടോ. ഹായ്, ഇതാണ് നമ്മുടെ കറിവേപ്പ്. അപ്പം ഞാനും ഒരു ഹാൻഡ് കൊടുക്കട്ടെ ഇത് കയറ്റാനായിട്ട്. പ്രവീൺ പറഞ്ഞു പ്രവീണിന് ഹാൻഡ് വേണ്ട, പ്രവീൺ തന്നെ കയറ്റിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരുടെ അടുത്തത് എങ്ങനെയാണ് ഇവർ പെരയ്ക്കാറ്, കാരണം ഇതിൽ പുതിയ തളിരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ അടുത്ത് ഇതെങ്ങനെയാണ് ഇവർ പെരയ്ക്കകത്താർന്ന് വെച്ചിരുന്നത് കണ്ടിട്ട് ഇത് ഈ ഗാർഡനിൽ തന്നെയാട്ടോ ഇരുന്നത്. ഇവരെങ്ങനെ ഇത് ഇതാക്കിയെടുത്തതെന്ന് ചോദിച്ചു നോക്കണം. കേട്ടോ ചേട്ടൻ ഹെൽപ്പ് ചെയ്തു ഞങ്ങളിത് കയറ്റിക്കൊണ്ട് പോരാനായിട്ട്. ഇതൊരു വലിയ ടാസ്ക്കാണ് കൊണ്ടുപോയി കയറ്റുക എന്നുള്ള കാരണം അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ആ ചേട്ടൻ്റെ പെർമിഷൻ ചോദിച്ചായിരുന്നു കേട്ടോ അവരുടെ ഡോഗിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരുടെയും പ്രൈവസി. അവർക്ക് അവരുടെ ഇതിനെ ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കറിവേപ്പ് എല്ലാം വണ്ടിയെ കയറ്റി. ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി മഴ മാറി നിന്നതുപോലെയായിരുന്നു. വണ്ടിയെ കയറ്റി മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് നടന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ.